കൊലയാളി എന്ന നോവലിൻ്റെ 15-ാം ഭാഗം. രചനയും അവതരണവും ഇമ്മാനുവൽ. അത് കേട്ടപ്പോൾ സംഘാംഗങ്ങൾ ഒന്ന് ഞെട്ടിയോ എന്ന് സംശയം. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പെട്ടവർ ഈ ക്രൂരതയ്ക്ക് കൂട്ടുനിൽക്കുമെന്ന് അവർ ഒട്ടും പ്രതീക്ഷിച്ചു കാണില്ല. അവരുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായ എന്തോ ഒന്ന് കേൾക്കുന്നത് പോലൊരു പ്രത്യേക ഭാവം അവരുടെ മുഖത്ത് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ആ പോലീസ് വണ്ടി ഭാസ്കരന് ശരിക്കും കാണാൻ കഴിയുമായിരുന്നോ? ശരിക്കും കണ്ടിട്ട് പറഞ്ഞത് തന്നെയാണോ? അത് പോലീസ് വണ്ടി തന്നെ ആയിരുന്നോ? അതോ വെറുതെ ഞങ്ങളെ കബളിപ്പിക്കാൻ പറയുന്നതാണോ? നിങ്ങളോട് വെറുതെ പറഞ്ഞാൽ കാര്യമില്ലെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാവുന്നതല്ലേ. അത് അറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ പറയുമെന്ന് സാറ് വിചാരിക്കുന്നുണ്ടോ? പലകയുടെ വിടവിലൂടെ നോക്കുമ്പോൾ കുറച്ച് അകലെയുള്ള വസ്തുക്കൾ മുഴുവനായും കാണാൻ കഴിയുമല്ലോ സാർ. അങ്ങനെയാണ് ഞാൻ ആ ജീപ്പിൻ്റെ മുൻപിൽ എഴുതിയിരുന്ന പോലീസ് എന്ന വാക്ക് വായിച്ചത്. അല്ലെങ്കിലും ആ വാക്ക് കാണുമ്പോൾ എനിക്ക് ഓടി രക്ഷപ്പെടാൻ തോന്നുന്നത് സാധാരണമാണല്ലോ സാർ. ഈ ബോർഡ് കണ്ടപ്പോഴും ഓടാൻ തോന്നിയതാണ്. പക്ഷേ ഞാൻ ഒളിച്ചിരിക്കുകയാണല്ലോ, ഓടാൻ പറ്റാത്ത അവസ്ഥയിൽ. ശരിയാണല്ലോ, കള്ളന് പോലീസിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഓടാനും രക്ഷപ്പെടാനും തോന്നുമല്ലോ. എന്നാലും ആ വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരായിരിക്കും? ഒരു സൂചനയും കിട്ടുന്നില്ലല്ലോ. പോലീസുകാരും ക്രിമിനലുകളും തമ്മിൽ നിയമവിരുദ്ധമായ പല കൂട്ടുകെട്ടുകളും പല സ്ഥലങ്ങളിലും ഉണ്ടെന്നറിയാം. പല മേലുദ്യോഗസ്ഥർക്കും അത്തരം ഇടപാടുകൾ ഉള്ളതായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാലും തൻ്റെ സർവീസ് ചരിത്രത്തിൽ ഇതുവരെയും ആരെങ്കിലും അങ്ങനെ ഉള്ളതായി നേരിട്ട് ബോധ്യപ്പെട്ടിട്ടില്ല. വെറുതെ ആരെങ്കിലും പറയുന്നത് വിശ്വസിച്ചിട്ട് മേലുദ്യോഗസ്ഥരെ സംശയിക്കാൻ പാടില്ലല്ലോ. അത് ആരാണെന്നറിയണമെങ്കിൽ കൂടുതലായി എന്തെങ്കിലും കൂടി കിട്ടണം. എന്നാൽ പോലും ഉറപ്പിക്കാൻ പറ്റില്ല. ശരിയായ കാര്യത്തിനല്ലാതെ പോകുമ്പോൾ ആരും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടി ഉപയോഗിക്കാറില്ലല്ലോ. ആ വണ്ടിയിൽ വേറെ എന്തെങ്കിലും കൂടി എഴുതിയിട്ടുണ്ടായിരുന്നോ? ആളെ തിരിച്ചറിയാൻ കഴിയുന്ന എന്തെങ്കിലും, ആരുടെയെങ്കിലും പേരോ മറ്റോ ഉള്ളതായി കാണാൻ കഴിഞ്ഞോ? ആരാണെന്നറിയാൻ കഴിഞ്ഞാലോ എന്ന പ്രതീക്ഷയിലായിരുന്നു ചോദ്യം. അറിഞ്ഞാൽ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള മേലുദ്യോഗസ്ഥരാണെങ്കിൽ തങ്ങൾ അവരെ എന്ത് ചെയ്യാനാ? പിന്നെ കരുതിയിരിക്കാം, തെളിവുകളെല്ലാം എതിരായി കിട്ടിയാൽ നിയമപരമായി നീങ്ങാം. എന്നാലും അതിന് പിന്തുണ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഇംഗ്ലീഷിൽ എന്തോ കുറച്ച് വാക്കുകൾക്ക് ശേഷം അവസാനം പോലീസ് എന്നുകൂടി എഴുതി കണ്ടു. ഈ എഴുത്തുകളെല്ലാം ചെറുതായിട്ടാണ്. കൃത്യമായി കാണാൻ കഴിഞ്ഞാലും എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിഞ്ഞുകൂടാ. അവസാനം പറഞ്ഞ വാക്ക് എൻ്റെ മനസ്സിൽ പതിഞ്ഞതായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പിടികിട്ടി. ആ വാക്ക് മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും എനിക്ക് മനസ്സിലാകും. കൃത്യമായി എന്തോ ഐഡിയ കിട്ടിയതുപോലെ ജീവൻ ജോസ് ഒന്ന് ഇരുത്തി മൂളി. എന്നിട്ട്, പോലീസ് വണ്ടിയിൽ വന്നവരെ പിന്നീട് നിങ്ങൾ കണ്ടോ? അവർ നിനക്ക് കാണാവുന്ന മുറിയിലേക്ക് വന്നോ? ഇനി അവരെ എവിടെയെങ്കിലും കണ്ടാൽ മനസ്സിലാകുമോ? ആ വണ്ടിയിൽ നിന്നും ഇറങ്ങിയ 2 പേർ അകത്തേക്ക് കയറിപ്പോകുന്നത് കണ്ടു. അവരുടെ ശരീരം മുഴുവനും എനിക്ക് കാണാൻ കഴിയില്ലായിരുന്നു. കാലിൻ്റെ ഭാഗം മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അവർ യൂണിഫോം ഇട്ടിട്ടില്ലായിരുന്നു. തിടുക്കത്തിലായിരുന്നു അവരുടെ നടപ്പ്. എന്തോ കാര്യം തിരക്കിട്ട് സാധിക്കാൻ വരും പോലെ. അകത്തേക്ക് കയറി വന്ന ആളിനോട് മീശക്കാരൻ ഇത്രയും പറയുന്നത് ഞാൻ കേട്ടു. ഞങ്ങൾ കുറേ നേരമായി ബഷീറിനെ കാത്തു നിൽക്കുകയായിരുന്നു. താൻ വന്നിട്ട് ഉദ്ഘാടനം ചെയ്യട്ടെ എന്ന് വിചാരിച്ചതാണ്. പക്ഷേ വൈകിയതുകൊണ്ട് പിള്ളേർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇനി ബാക്കിയുള്ളത് നിങ്ങൾ 2 പേരും കൂടി അങ്ങ് കൈകാര്യം ചെയ്തു. ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. ക്ഷമയോടെ സമീപിച്ചില്ലെങ്കിൽ ജീവൻ പോലും ബാക്കി കിട്ടാൻ സാധ്യത കുറവാണ്. 2 മനുഷ്യജീവിതങ്ങളെ അവരുടെ അനുവാദമില്ലാതെ പ്രാപിക്കുന്ന ക്രൂരമായ ആ പ്രവൃത്തിയെയാണ്
ഇവരൊക്കെ ഇത്ര ലാഘവ ബുദ്ധിയോടെ കാണുന്നത്? ഇവന്മാരൊക്കെ മനുഷ്യരോ അതോ മൃഗങ്ങളോ? അവരുടെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അങ്ങനെ അവർക്ക് കാണാൻ കഴിയുമായിരുന്നോ? അല്ലെങ്കിലും ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടവരല്ലേ അവർ? അവർ തന്നെ ഉപദ്രവിക്കാൻ കൂട്ടുനിൽക്കുകയും ഉപദ്രവിക്കുകയും ചെയ്താലോ? വേലി തന്നെ വിളവ് തിന്നുന്നതുപോലെ ആവില്ലേ? അത് അക്ഷന്തവ്യമായ തെറ്റല്ലേ? കുറേ സമയം കഴിഞ്ഞ് അവരിൽ ഒരാൾ പുറത്തേക്ക് വന്നു എന്ന് തോന്നുന്നു. കിതപ്പോടെയുള്ള അയാളുടെ സംസാര ശബ്ദം ഞാൻ കേട്ടു. തീർന്നുപോയി, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാര്യം ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, തനിക്കല്ലെങ്കിലും ആർത്തി കുറച്ച് കൂടുതലാണ്. എല്ലായിടത്തും ഒരുപോലെ ആർത്തി കൊള്ളില്ല. ഇനി ബാക്കി ഞാൻ നോക്കാം, അല്ലാതെ എന്തു ചെയ്യും? ആ കൊമ്പൻ മീശക്കാരൻ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അപ്പോഴേക്കും പോലീസ് വണ്ടി തിരിച്ചുപോയി. അയാൾ ആരെയോ വിളിച്ചു വരുത്താൻ വേണ്ടി ഫോണിൽ സാമാന്യം ഉറക്കെ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. വീരനല്ലേടാ, നീ ഇങ്ങോട്ട് വാ, പരിചയമുള്ള ഒരു വണ്ടിയും കൂട്ടിക്കോ. ആരും കാണാതെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ട്. അതിനാരെ കൂട്ടണമെന്ന് നിനക്കറിയാമല്ലോ. വേറെ ആരെയും കൂട്ടണ്ട. ഇവിടെ നിന്ന് വാസുവിനെ കൂടി കൂട്ടിയാൽ മതി. നിങ്ങൾ രണ്ടുപേർക്കും കൈകാര്യം ചെയ്യാവുന്നതേയുള്ളൂ. കൂടുതൽ ഞാൻ പറയേണ്ടല്ലോ. അത്രയും പറഞ്ഞതിന് ശേഷം വാസുവിനെ എന്തോ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ബാക്കിയുള്ളവരെല്ലാവരും അവരുടെ വാഹനങ്ങളിൽ കയറിപ്പോയി. ആരും കയറുന്നതെനിക്ക് കാണാൻ കഴിയില്ലായിരുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോകുന്ന ശബ്ദം മാത്രം കേട്ടു. ഇനി ആരും അവിടെ ബാക്കി കാണില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് തനിക്ക് പുറത്ത് ചാടാൻ പറ്റിയ അവസരമായിരിക്കും. അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടേക്കാം എന്നായിരുന്നു എൻ്റെ ചിന്ത. കാര്യം പറഞ്ഞാൽ ഞാൻ കയറിയത് റബ്ബർ മോഷ്ടിക്കാനാണെങ്കിലും ഇപ്പോൾ കണ്ട കാഴ്ചകളെല്ലാം കൂടി എൻ്റെ മനസ്സിൻ്റെ സമനില തന്നെ ആകപ്പാടെ തെറ്റിക്കും എന്ന് തോന്നിപ്പോയി. മോഷ്ടിക്കുന്ന കാര്യമൊക്കെ എപ്പോഴേ ഞാൻ മറന്നു. അതിൽ തന്നെ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് ആ ചെറുപ്രായക്കാരനെ കാലിൽ പിടിച്ചു പൊക്കി തറയിലടിക്കുന്നത് കണ്ടപ്പോഴാണ്. അതിൻ്റെ ഞെട്ടൽ എൻ്റെ ശരീരത്തിൽ മൊത്തമുണ്ടായിരുന്നു. കൈകാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്നും പുറത്തു കടക്കണം എന്ന ആഗ്രഹമേ അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. റബ്ബറും വേണ്ട, ഒട്ടുപാലും വേണ്ട, എങ്ങനെയെങ്കിലും ജീവൻ കൈച്ചലായാൽ മതി എന്ന് വിചാരിച്ചു ഞാൻ പുറത്തേക്കിറങ്ങി. പുറത്തേക്കിറങ്ങിയിട്ടും നടക്കാനൊന്നും തോന്നുന്നില്ല. ആരോ എന്നെ പിന്നിലേക്ക് പിടിച്ചു വലിക്കുന്നത് പോലെയായിരുന്നു തോന്നൽ. അത് തോന്നലാണെന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. എന്നിട്ട് അവിടെ നിന്നും തലങ്ങും വിലങ്ങും നോക്കി പുറത്തേക്കിറങ്ങി. നടക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നിൽ നിന്നും ഒരലർച്ച ഞാൻ കേട്ടത്. ആരെടാ അത്? നിൽക്കടാ അവിടെ! തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നോ എന്ന് കരുതിയിട്ടുണ്ടാകും ആ സാമദ്രോഹി. ആലോചിച്ചു നിന്നാൽ ഇച്ചിരി മുമ്പ് കണ്ടതൊക്കെ ഇനിയും ആവർത്തിക്കും. പിടിക്കപ്പെടും എന്നും കാര്യം പോക്കാണെന്നും തോന്നിയതുകൊണ്ട് ജീവനും കൊണ്ട് ഞാൻ ഓടി. അയാൾ എൻ്റെ പിന്നാലെയും ഓടി വരുന്നതായി എനിക്ക് തോന്നി. എന്നേക്കാളും ആ സ്ഥലം നല്ല പരിചയമുള്ളത് അയാൾക്കാണെന്നും തോന്നി. എങ്കിലും പലയിടത്തു നിന്നും ഓടി രക്ഷപ്പെട്ടിട്ടുള്ളതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പരമാവധി വേഗതയിൽ ഓടി. എങ്ങനെയെങ്കിലും റോഡിലെത്തിപ്പെട്ടാൽ പിന്നെ വലിയ കുഴപ്പമുണ്ടാവുകയില്ല എന്നായിരുന്നു എൻ്റെ വിചാരം. റോഡിലെത്താനുള്ള വഴി എനിക്ക് നന്നായി അറിയാം. അതിനായി മുന്നോട്ട് ഓടിപ്പോകുന്നതിനിടയിലാണ് എൻ്റെ മുൻപിൽ നിന്നും ഒരുത്തൻ ചാടി വീണത്. അത് അവിടെ കണ്ട വാസുവാണോ എന്നെനിക്കൊരു സംശയം തോന്നി. അവൻ്റെ മുഖം കണ്ട ഞാൻ ഞെട്ടി വിറച്ചുപോയി. എന്നാലും ഞാൻ പിന്നിലേക്ക് ഓടാൻ നോക്കി. അപ്പോഴേക്കും പിന്നിൽ നിന്നൊരുത്തൻ വന്നു. പിന്നിലുള്ളവൻ താരതമ്യേന ദുർബലനാണെന്ന് തോന്നിയതുകൊണ്ട് അവനെ തട്ടിമറിച്ചിട്ട് പോകാം എന്നായിരുന്നു ഞാൻ അപ്പോൾ കണക്ക് കൂട്ടിയത്. അതും മുൻപ് ചെയ്തിട്ടുള്ളതാണ്.
ആ കണക്കുകൂട്ടലിൽ നിൽക്കുന്ന സമയത്താണ് എൻ്റെ തലയുടെ പിന്നിൽ ശക്തമായി ആരോ അടിച്ചത്. പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല. അതിനുശേഷം എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ ഇവിടെയാണ്. എങ്ങനെ ഇവിടെ എത്തി എന്നതൊക്കെ ഡോക്ടർ പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. ഇത്രയും കാര്യങ്ങൾ ആരോടെങ്കിലും പറയണമെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പോൾ സാറാണ് പറഞ്ഞത് അതിന് വഴിയുണ്ടാക്കാം എന്ന്. ജീവൻ ജോസിനും സംഘത്തിനും കാതലായ എന്തോ കിട്ടിയ ഭാവമായിരുന്നു. ഇനിയും കാണണമെന്ന് പറഞ്ഞ് അവർ ഭാസ്കരനെ വിട്ടു. അതിനുശേഷം സന്തോഷത്തോടെ പോകാൻ എഴുന്നേറ്റ ജീവനെ തേടി ഫോണിലൂടെ വന്നത് തീർത്തും സന്തോഷകരമല്ലാത്ത ഒരു വാർത്തയായിരുന്നു. അതെന്താണെന്ന് നമുക്ക് അടുത്ത ഭാഗത്തിൽ അറിയാം കേട്ടോ. എനിക്കറിയാവുന്നതുപോലെയൊക്കെ അങ്ങ് ചെയ്യുന്നതാണേ. കുറവുകളൊക്കെ കാണും, ക്ഷമിക്കുമെന്ന് കരുതുന്നു. കുറവുകൾ ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് കുറിച്ചേക്കണേ. നിർദ്ദേശങ്ങളും സ്വാഗതം ചെയ്യുന്നു. ലൈക്കും ഷെയറുമൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നത് വരെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓക്കേ.